Hi guys, നമ്മൾ ഇന്ന് ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഒരു പ്ലാസ്റ്റിക് പീസാണ്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കും ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് പീസ് മാത്രമാണെന്ന്. പക്ഷേ ഇതൊരു പ്ലാസ്റ്റിക് പീസ് മാത്രമല്ല. ഈ ഒരു ടെക്നോളജിയുടെ പേരാണ് ലിത്തോഫൈൻ. ലിത്തോഫൈൻ ടെക്നോളജി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ 3D പ്രിന്റർ ഉപയോഗിച്ച് ഒരു ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള പ്രിന്റ് ചെയ്തെടുത്തൊരു പാർട്സ് ആണിത്. അപ്പോൾ ഇതിനകത്ത് എന്ത് ഹിഡൻ ആണെന്ന് ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ജസ്റ്റ് ഒരു ലൈറ്റ് പുറകിൽ പിടിക്കുക. അതിനുശേഷം നമുക്ക് ലൈറ്റ് ഓൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഇമേജ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ലാലേട്ടൻ്റെ ഇമേജാണ്. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത ഞാൻ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നത് മറ്റൊരു പീസ് കൂടി, മറ്റൊരു ക്യാരക്ടറാണ്. നമ്മുടെ മമ്മൂക്കയാണ് ഇതിനകത്ത് ഞാൻ പ്രിന്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്തരം ഇമേജുകളെ നമുക്ക് എങ്ങനെയാണ് 3D പ്രിന്റ് ചെയ്യുക എന്നുള്ള ട്യൂട്ടോറിയലാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാൻ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ലിഥിയോഫൈൻ ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 4 മണിക്കൂറോളം ടൈം എടുത്തു. അതേപോലെ തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ചോക്ക് കളറാണ്. ചോക്ക് വൈറ്റ് കളർ ഫിലമെൻ്റ് ആണ്. അപ്പം എനിക്ക് ചോക്ക് വൈറ്റ് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ആഷ് കളറിൽ പ്രിൻറ്റ് ചെയ്തത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇമേജ് എടുത്തിട്ട് നമ്മൾ ഓൺലൈനിൽ വെബ്സൈറ്റിലാണ് നമ്മളിത് STL ഫയൽ ജനറേറ്റ് ചെയ്തത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് 3D പ്രിൻ്റിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ നമുക്ക് നേരെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, ജസ്റ്റ് ഗൂഗിൾ ക്രോം തുറക്കുക. ഗൂഗിൾ ക്രോം തുറന്ന ശേഷം ഇമേജ് ടു ലിത്തോഫൈൻ ഞാൻ ഓൾറെഡി അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ലിത്തോഫൈൻ മേക്കേഴ്സ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇതുണ്ട് ലിത്തോഫൈൻ മേക്കർ. ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ലിത്തോഫൈൻ മേക്കർ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയി നമുക്ക് പല മെത്തേഡിലുള്ള ഇമേജുകൾ കാണാം. നമ്മുടെ എന്താ പറയുക, ഈ ഒരു ലവ് ചിഹ്നത്തിലോട്ട് നമുക്ക് ഫ്രെയിമുകൾ ഉണ്ടാക്കി വെക്കാം. അതുപോലെ ഈ റൗണ്ട് ഷേപ്പിലാക്കാം. ഈ ഒരു കർവ്ഡ്, ഇപ്പോൾ ഞാൻ ഈ ഒരു കർവ്ഡ് ഷേപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്ക്വയർ ബോക്സിൽ നമുക്ക് പല ഷേപ്പിലാക്കാം. അതുപോലെ നമ്മുടെ ഗ്ലോബ് ഭൂമിയുടെ ഗ്ലോബ് പോലുള്ള ഷേപ്പിൽ നമുക്കാക്കാം. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, പ്ലെയിൻ ആയിട്ടുള്ളതുണ്ടോ, ഫ്ലാറ്റ് പ്ലെയിനിൽ നമുക്ക് ഇതേപോലെ തന്നെ ഇമേജ് എടുക്കാം. ഞാനിപ്പം ജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു കർവ്ഡ് ഷേപ്പിലാണ്. അപ്പോൾ നമുക്കൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഞാനൊരു കർവ്ഡ് ഷേപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഡൈമെൻഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ചൂസ് ഫയലുണ്ട്. നമുക്ക് ചൂസ് ഫയൽ എടുത്തതിന് ശേഷം ഡെസ്ക്ടോപ്പിലാണ് ഈ ഇമേജ് കിടക്കുന്നത്. ഉണ്ടോ, ഞാനിപ്പം നമ്മുടെ മമ്മൂക്കയുടെ മോഹൻലാലിൻ്റെ ഇമേജ് ഞാൻ ഡെസ്ക്ടോപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഡ്രാഗ് ചെയ്ത് നമുക്ക് നമ്മുടെ മമ്മൂക്കയുടെ ഫോട്ടോ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ചൂസ് ഫയലിന് ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്കിവിടെ മമ്മൂക്കയുടെ ഫോട്ടോ ഏതാണ്ട് സെറ്റായി വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് പിക്സൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാം 600x450 പിക്സൽ ഡെൻസിറ്റിയാണ് നമുക്ക് ഇനി പിക്ചറിന് ഒരു ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാരിറ്റി നമുക്ക് ഇമേജ് കിട്ടും. ഓക്കെ, നമുക്ക് അങ്ങനെ ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് എങ്ങനെയാണ് ഇമേജ് വരുന്നുള്ള ഒരു പിക്ചർ നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ ഈ ഒരു ഡയമെൻഷൻസ് ഒന്നും നമുക്ക് മാറ്റേണ്ടത് ആവശ്യമില്ല. ഇതൊക്കെ ഇവിടെ ഓൾറെഡി നമുക്ക് ഫിക്സ് ചെയ്ത് വെച്ചൊക്കെ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒരു 8 ആക്കാം. കാരണം നമ്മൾ ഇടുന്ന ക്ലാരിറ്റി പിന്നീട് ഞാനിത് ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ 2:8 സെറ്റ് ചെയ്തു. ഓക്കെ, ഇത്ര വേറെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മുടെ ജസ്റ്റ് ഈ മെയിൽ ID കൊടുക്കുക, ക്രിയേറ്റ് STL ഫയൽ കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിവിടെ അഡ്വർടൈസ്മെൻറ്റ് കാണാം, ഒന്നും കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഫയൽ STL ഫയൽ ജസ്റ്റ് ഇപ്പം ഡൗൺലോഡ് ആയി തുടങ്ങും. ഓക്കെ ഫൈൻ, നമ്മുടെ NL മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു ഫയൽ നമുക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സിപ്പ് ഫയൽ ഇത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ട്, നമുക്ക് ഈ ഒരു STL ഫയൽ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് ജസ്റ്റ് STL ഫയൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഡെസ്ക്ടോപ്പിലോട്ടിട്ട് അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം. ഓക്കെ ഫൈൻ, അപ്പോൾ നമുക്കൊരു ഈ ഒരു ലിത്തോഫൈൻ്റെ ഫയൽ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതൊരു STL ഫോർമാറ്റ് ഫയലാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ക്യൂറ സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ സ്ലൈസിങ് സോഫ്റ്റ്വെയർ ആയ ക്യൂറ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ക്യൂറയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 0.4 mm നോസിലാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലാരിറ്റി കൂടണമെങ്കിൽ നമുക്ക് 0.4 അതിനൊക്കെ ഉപയോഗിക്കണം. ഞാനവിടെ സെറ്റ് ചെയ്ത് ഒരു 0.28 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഈ ഒരു സെറ്റിങ്സിൽ നമ്മുടെ 0.28 എന്നുള്ള സെറ്റ് ചെയ്യും. രണ്ടും ഒരേ റെസൊല്യൂഷനിലായിരിക്കണം ഇതിൻ്റെ ക്ലാരിറ്റി അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതേപോലെ നമുക്ക് ഇൻഫില്ല് 100 കൊടുക്കണം. അതേപോലെ തന്നെ നമുക്ക് സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് അവിടെ ടിക്കായി കിടന്നാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഇത്രയാണ് ആവശ്യമുള്ളത്. നമുക്ക് ഈ ഒരു ഇമേജിനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഈ ഒരു പ്ലേറ്റിലോട്ട് ഇടാം. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇമേജ്, നമ്മുടെ മമ്മൂക്കയുടെ ഒരു ഇമേജ് നമുക്കിവിടെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്ലൈസ് കൊടുക്കാം. നമുക്ക് സെറ്റിങ്സിലൊന്നും പ്രത്യേകിച്ച് മാറ്റേണ്ടതില്ല. സ്ലൈസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. കണ്ടില്ലേ, ഈ ഒരു ഇമേജ് നമുക്ക് ഇപ്പം ശരിക്കും തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു ഫ്രണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സൈഡാണ് നമുക്ക് കാണുന്നത്. നമുക്ക് തിരിച്ചു വെക്കണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, റൊട്ടേഷൻ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് തിരിച്ചു വെക്കാൻ പറ്റും. 180 ഡിഗ്രി തിരിച്ചാൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് 3D പ്രിന്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിലൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. പിന്നെ ട്യൂട്ടോറിയൽ ഞാൻ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പാർട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം 3D പ്രിന്റിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോകളാണെന്നൊക്കെ നിങ്ങൾക്ക് അതൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ ഫൈൻ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഓടിച്ചാണ് പറയുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ പിക്ചർ ഇതുണ്ട്, ഇങ്ങനെയാണ് കിട്ടുക, സ്റ്റാൻഡായിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് വീണ്ടും ഒന്ന് സ്ലൈസ് കൊടുക്കാം.
കാരണം വെച്ചാൽ നമ്മളൊന്ന് ഫേസ് ഷിഫ്റ്റ് ചെയ്തില്ല. അപ്പോൾ നമുക്കൊന്ന് വീണ്ടും സ്ലൈസ് കൊടുക്കണം. ഓക്കെ ഓക്കെ അപ്പം സ്ലൈസിങ് കംപ്ലീറ്റ് ആയി. ഏകദേശം ഇതിൽ 4 മണിക്കൂർ 57 മിനിറ്റുമാണ് ഒരു ശരാശരി എടുക്കുന്നത്. അതുപോലെ തന്നെ 35-36 ഗ്രാം ഫിലമെൻറ്റേ ഇതിന് ആവശ്യമുള്ളൂ. അതേപോലെ നമുക്ക് പ്രിവ്യൂ പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാം. ഉണ്ട് 375 ലെയർ ഉണ്ട്. അപ്പോൾ ഇത് 1/1/1 ഇങ്ങനെ താഴോട്ടാണ് പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. ഇൻഫിൽ 100 ആയതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഇതുണ്ടോ, ഇൻഫിൽ ഇവിടെ 100 ആണുള്ളത്. അപ്പോൾ നമുക്കെല്ലാം ഗ്യാപ്പൊന്നുമില്ല, കറക്റ്റ് ഫില്ല് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് SD കാർഡിലോട്ട് നമുക്കിത് കൺവേർട്ട് ചെയ്യണം. നമുക്ക് 3D പ്രിൻ്ററിലോട്ട് ഫീഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ നമുക്ക് നേരെ 3D പ്രിൻ്റ് എങ്ങനെ ചെയ്തെന്ന് കാണാം. അപ്പോൾ അത്രയുള്ള നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫയലിൽ നിന്ന് നമുക്ക് G-കോഡ് ഫോർമാറ്റിലോട്ടുള്ള ഈ ഒരു ഫയൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിത് മെമ്മറി കാർഡിലോട്ട് കയറ്റിയിട്ട് പ്രിൻ്ററിലോട്ട് എങ്ങനെയാണ് വെക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു G-കോഡ് ഫയൽ ഞാൻ ഈ ഒരു SD കാർഡിലോട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് 3D പ്രിൻ്ററിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്ലോട്ടിലോട്ട് നമുക്ക് ഈ ഒരു G-കോഡ് ഫയൽ ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഫിലമെൻറ്റ് നമുക്ക് ഇവിടെ ലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഫിലമെൻറ്റ് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഞാൻ ഓൾറെഡി ആ ഫിലമെൻറ്റ് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിലമെൻറ്റ് ഓൾറെഡി ലോഡ് ചെയ്തുകൊണ്ട് നമുക്കിനി അടുത്തത് പവർ ഓൺ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് പവർ ബട്ടൺ എടുത്ത് വരിക. അതിനുശേഷം നമുക്ക് ഈ ഒരു പവർ സ്വിച്ച് ജസ്റ്റ് ഓൺ ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ഡിസ്പ്ലേ എൻ്റർ 3 എന്ന് പറഞ്ഞ് ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് സെറ്റിങ്സ് നമുക്ക് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് നമ്മളിപ്പോൾ ഇട്ട മെമ്മറി കാർഡിൽ നിന്ന് നമുക്ക് മമ്മൂക്കയുടെ ആ ഇമേജ് നമുക്കൊന്ന് ലോഡ് ചെയ്യാം. ജസ്റ്റ് നമ്മളിതൊക്കെ ഞാൻ മുമ്പ് ഉപയോഗിച്ച ഫയലുകളാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് മുമ്പ് ട്യൂട്ടോറിയലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, നമ്മുടെ ഇതുണ്ട്, നമ്മുടെ മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. G-കോഡ് ഫോർമാറ്റിൽ ഒരു ഫയലുണ്ട്. നമുക്കിതൊന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ ഫൈൻ. അപ്പം ആ ഒരു ഫയൽ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബെഡ് ടെമ്പറേച്ചർ നമ്മൾ ഓൾറെഡി 60 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോസിൽ ടെമ്പറേച്ചറാണ് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് നോസിൽ ടെമ്പറേച്ചർ ഈ ഒരു പ്രിൻറ്റിങ്ങിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നോസിൽ ടെമ്പറേച്ചർ നമുക്ക് 200 നമുക്ക് ആവശ്യമില്ല. നമുക്കൊരു 195 ഒക്കെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം നോസിൽ നമുക്ക് ജസ്റ്റ് സെറ്റ് ചെയ്യാം. ജസ്റ്റ് ഇതിന് 200 ആവശ്യമില്ല. ഒരു 190 ഒരു 5-4 റേഞ്ചിൽ മതി. അപ്പോൾ നമ്മൾ നോസിൽ ടെമ്പറേച്ചർ ബെഡ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ട് നോക്കാം. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് 195 നോസിൽ ടെമ്പറേച്ചർ, അതേപോലെ തന്നെ 60 ബെഡ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ടെമ്പറേച്ചർ നമുക്ക് ഇൻക്രീസ് ചെയ്തൊന്ന് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഏകദേശം ടെമ്പറേച്ചർ സെറ്റ് ആയിട്ടുണ്ട്. 94 ആയിട്ടുണ്ട്. അതുപോലെ 60 എന്നുള്ള 60 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിൻ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നമുക്ക് വാച്ച് ചെയ്യാം എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എടുത്ത് കളയാം. ലിത്തോഫൈൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ ലാലേട്ടനെയും അതേപോലെ തന്നെ മമ്മൂക്കനെ എങ്ങനെയാണ് നിങ്ങൾ 3D പ്രിന്റ് എടുക്കുന്നത് കണ്ടല്ലോ. അതേപോലെ തന്നെ നമ്മുടെ ഇമേജസുകളും അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് വേണ്ടപ്പെട്ട ഇമേജസുകളൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് 3D പ്രിന്റ് എടുക്കാനും അതേപോലെ തന്നെ ലൈറ്റിൽ ഉപയോഗിച്ച് നമ്മുടെ പക്ക പെർഫെക്റ്റ് ആയിട്ട് കാണാനൊക്കെ പറ്റും.
ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക ചോക്ക് വൈറ്റ് ഫിലമെൻറ്റ് മാത്രം ഉപയോഗിക്കുക. അതാണ് ഞാൻ പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരം വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് തുടർന്ന് ഇത്രയും വീഡിയോകൾ കാണണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.